ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ചക്ക വരട്ടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നപ്പോൾ നല്ല ചക്ക കിട്ടി, നല്ല വരിക്ക ചക്ക. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്കങ്ങ് ചക്ക വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചക്ക വരട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര വർഷം, 1-2 വർഷം പോലും ഇങ്ങനെ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. ചക്ക വരട്ടി എന്ന് പറയുമ്പോൾ കുറേ സമയം എടുത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് പുറത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നല്ല വരിക്കച്ചക്കയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കുന്ന സമയത്ത് കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ചക്ക എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല വരിക്കച്ചക്ക നോക്കി എടുക്കുക. ഒരിക്കലും നിങ്ങൾ പഴുപ്പിളാവ് ചക്ക, അതായത് കൂഴച്ചക്ക എടുക്കരുത്. ഇതുപോലെ നല്ല കട്ടിയുള്ള നല്ല പഴുത്ത് നല്ല മധുരമുള്ള ചക്ക നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചക്ക എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളമയൊന്നും പാടില്ല. അതുപോലെ ഇതിനകത്ത് ചവണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി, കുരുവിൻ്റെ ഇതൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ചുളയെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. നല്ല പേസ്റ്റ് രൂപത്തിന് നല്ല ജ്യൂസ് പരുവത്തിന് തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഒരിക്കലും അരച്ചല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ചക്ക ഒന്നെങ്കിൽ നമ്മൾ ആവി കയറ്റി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ശർക്കരയിൽ നല്ല ഒട്ടുപാത്രത്തിലിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കും. ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. പക്ഷേ കിടിലൻ ടേസ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും, ഗ്യാസ് ലാഭിക്കാൻ പറ്റും ഈ രീതിക്ക് ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സിയിൽ വെച്ച് നല്ല പേസ്റ്റ് രൂപത്തിന് അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ചുളയിട്ടാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പേസ്റ്റ് രൂപത്തിന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളമയം പോലും ചേർക്കരുത് കേട്ടോ. പിന്നെ ശർക്കര ഉരുക്കുന്ന സമയത്ത് പലവരും ശർക്കരയിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കുക. ഇത് ഏകദേശം ഒരു ചെറിയൊരു ചക്കയാണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയേണ്ട അങ്ങനെ ഞാൻ നോക്കിയൊന്നുമില്ല, ഒരു ചെറിയൊരു ചക്കയാണ്. ശർക്കര ഞാനൊരു 2 ഉരുള ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ശർക്കര നീര് കിട്ടണം. അപ്പോൾ അധികം നീട്ടിയെടുക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല അടികട്ടിയുള്ള ഇരുമ്പല്ല ഓട്ടുപാത്രം എടുക്കുക. ഓട്ടുപാത്രം ചൂടാക്കിയതിന് ശേഷം നമുക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നാടൻ നെയ്യ് കിട്ടുമെങ്കിൽ അത് ഒഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം നല്ല നെയ്യ് നോക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചക്കയുടെ ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് നീങ്ങിയിട്ടിട്ടാണ് കാരണം തെറിക്കാൻ ചാൻസ് ഉണ്ട്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. എണ്ണയും അതിനകത്ത് വെള്ളമയം ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് വേവിച്ച് ഇതിൻ്റെ വെള്ളമയമൊക്കെ പറ്റിയെടുക്കണം. ഈ എപ്പോഴും ഇളക്കിയെടുക്കുന്നതിലാണ് ഈ ഒരു ചക്കയുടെ ആ ഒരു പരുവം കിട്ടുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് മധുരം അനുസരിച്ചിട്ട് മാത്രം, ചക്കയുടെ കണക്കും അനുസരിച്ചിട്ട് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചെറിയ തീയിൽ വേണം ഇത് എപ്പോഴും ഫ്ലെയിം കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കരുത്. ചക്കയുടെ രുചിയും ടേസ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ജീരകം, ചുക്ക്, ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കവരട്ടിയുടെ അതേ ഒരു മണവും ഗുണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചക്കയുടെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ചക്കയുടെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്തോട്ട് ഏലക്കയോ ജീരകമോ ഒക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ചുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കണം, നല്ലതാണ്. നമുക്ക് ഗ്യാസൊന്നും വരാതിരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടി മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിനകത്ത് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചിലവർ ഇതുപോലെ അധികം തിക്കാക്കാതെ ഇതിനെ കോരി കഴിക്കേണ്ട പരുവത്തിന് എടുക്കും, ചിലവർ നല്ല അലുവ പരുവത്തിന് എടുക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ സ്പീഡിലിട്ട് കാണിക്കുകയാണ് കേട്ടോ, കാരണം കുറേ സമയം ഇളക്കിയിടണം. ഏകദേശം ഒരു 35-40 മിനിറ്റ് കൊണ്ടാണ് ഞാനിത് ശരിയാക്കി എടുത്തേക്കണേ. ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 1-2 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ചക്കവരട്ടിയൊക്കെ ആവുള്ളൂ പഴയ രീതിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ അരച്ചൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി എടുക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാം, നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലും നമ്മളിത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം, പിന്നെ അതുപോലെ ചക്കട,
ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കാം. വേറെ നമുക്ക് പ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ചക്ക സീസൺ കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് നമ്മൾ ടിന്നിലാക്കി വെക്കുക. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജില്ലാത്തവർ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഫ്രിഡ്ജില്ലാത്തവർക്ക് നമുക്കിത് പുറത്ത് വെക്കാം. പിന്നെ ചിലതിൽ പൂപ്പൽ വരും. അപ്പോൾ പൂപ്പൽ വരാതിരിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലൊക്കെയാണ് ഇട്ട് വെക്കണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര എടുക്കുക. അപ്പോൾ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ബോട്ടിൽ തുറന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര മാറ്റിയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. പിന്നെ പുറത്തോട്ടൊക്കെ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞ ശേഷം ഒരു ടിന്നിലോ സിപ്പിലോ കവറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ നല്ല ചക്ക നോക്കി എടുക്കുക. പിന്നെ ചക്കയിൽ വെള്ളമയം പാടില്ല. അരയ്ക്കണ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശർക്കര ഒഴിക്കുമ്പോൾ അരിച്ച് തന്നെ ഒഴിക്കണം. പിന്നെ ശർക്കരയിൽ അധികം വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കരുത്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വെള്ളമയം ഒട്ടും ചെല്ലാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കുക. ഫ്ലേവറിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും പൊടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും എളുപ്പത്തിന് തന്നെ നമുക്ക് ചക്കവരട്ടി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ചക്ക കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കവരട്ടി ഏകദേശം ആയി ആ ഒരു പരുവത്തിനായി വരുന്നുണ്ട്. ഏകദേശം ചെറിയ തീയിലാട്ടോ, ഒരിക്കലും തീ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇപ്പം നമ്മളതാ ഏകദേശം ഒരു 35-40 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചക്കവരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തട്ടോ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത്തിരി തിക്ക, ഇനി ഇപ്പോൾ ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. ഇതാണ് നമ്മുടെ ആ കറക്റ്റ് പരുവം. ഇതാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് നല്ലൊരു ടിന്നിൽ എപ്പോഴും നമ്മൾ ചില്ല് കുപ്പിയിലിട്ട് വയ്ക്കുന്ന ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ പുറത്തോട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് സിപ്ലോ കവറിലോ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ അവിടെ ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴും കുപ്പിയിലെടുത്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പാക്ക് ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിൽ തണുക്കണം. അപ്പോൾ ഈ ഒരു പരുവം കണ്ടോ, ഇങ്ങനെ വീണ സമയത്ത് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണം. ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ നല്ല ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്കിത് കഴിക്കാൻ പറ്റും. എടുത്ത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.